തിരുവനന്തപുരത്ത് ശക്തമായ മത്സരമാണ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. സ്ഥാനാർത്ഥി രംഗത്ത് നേരത്തെ വിനിഷേനെ സൂചിപ്പിച്ചതാണ്, യുവാക്കളുടെ ഒരു വലിയ നിരയുണ്ട്. നമ്മുടെ തലസ്ഥാന നഗരസഭ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ഒരു ബാലസംഘം, SFI, DYFI പശ്ചാത്തലം ഭൂരിഭാഗ സ്ഥാനാർത്ഥികൾക്കുണ്ടാവും. ഏകദേശം 50-60% സ്ഥാനാർത്ഥികൾക്കും അതുണ്ടാവും. നിലവിൽ തന്നെ ലൈവായി DYFI രംഗത്തും SFI രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവരും നിരവധി സ്ഥാനാർത്ഥികളുണ്ട്. അതുകൊണ്ട് വളരെ ഫ്രഷായ ഒരു വലിയ നിരയാണ് തലസ്ഥാന നഗരസഭയിൽ LDF രംഗത്തിറക്കിയിട്ടുള്ളത്. DYFIയുടെ ജില്ലാ ട്രഷററും സംസ്ഥാന കമ്മിറ്റി അംഗവും ബാലസംഘത്തിലൂടെ കടന്നു വന്നയാളാണ് VS ശ്യാമ. കേശവാസ്തപുരത്തെ സ്ഥാനാർത്ഥിയാണ്. ഇത് സിറ്റിംഗ് CPMന്റെ, പ്രത്യേകിച്ച് LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. ശക്തമായ മത്സരത്തിലൂടെ കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ സീറ്റ് നിലനിർത്തുകയും ചെയ്തു. വലിയ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തോടുകൂടി VS ശ്യാമയെ രംഗത്തിറക്കുമ്പോൾ ഇവിടെ പ്രതീക്ഷയ്ക്ക് ഒട്ടും കുറവില്ല. മത്സര രംഗത്ത് സജീവമാണ്. രാവിലെ ഹൗസ് ക്യാമ്പയിന് വീട് വീടാന്തരം കയറി ഇറങ്ങി ശ്യാമ വോട്ടഭ്യർത്ഥിക്കുന്നതാണ്. പാർട്ടിയുടെയും LDFന്റെ പ്രവർത്തകരൊക്കെ തന്നെ ശ്യാമയ്ക്ക് ഒപ്പമുണ്ട്. നമ്മൾ രാവിലെ ശ്യാമയെ വിളിച്ചപ്പോൾ 7 മണിക്ക് ശ്യാമ ഇവിടെ എത്തി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇപ്പോഴാണ് നമ്മൾ പല വീടുകളിൽ സന്ദർശിച്ച് ശ്യാമയെ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ പിടിച്ചത്. അപ്പോൾ ശ്യാമ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ റീഡറായിട്ടുള്ള വിനിഷ പറയുകയായിരുന്നു, വലിയ ശക്തമായ യുവാക്കളുടെ ഒരു നിരയുണ്ട്. ശ്യാമയെ സംബന്ധിച്ച് തലസ്ഥാനത്ത് എല്ലാവർക്കും അറിയാം. ഏത് അർദ്ധരാത്രി ഒരു പ്രകടനം നടത്തിയിരുന്നാലും പുലർച്ചെ ഒരു പ്രകടനം നടത്തിയിരുന്നാലും ശ്യാമ അതിൻ്റെ മുൻനിരയിലുണ്ടാകും. അങ്ങനെ ഒരു വലിയ നിരയുണ്ട്. ശ്യാമ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിരിക്കും. കോളേജ് വിദ്യാഭ്യാസ കാലത്തൊക്കെ ഈ ക്യാമ്പസുകളിൽ മത്സരിച്ചിട്ടുണ്ടായിരിക്കും. ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയാണ്. ശ്യാമ ഈ പ്രചരണ രംഗത്ത് ഇറങ്ങുമ്പോൾ ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ്? നമ്മൾ മത്സര രംഗത്ത് ആദ്യമാണെങ്കിലും പ്രചരണ രംഗത്ത് നമ്മുടെ സഖാക്കളുടെ ഒപ്പം മുന്നേ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഇവിടെ നല്ല പ്രതീക്ഷയാണ് നമുക്ക്. കാരണം ഈ വാർഡിൽ ജനപക്ഷപരമായിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു 5 വർഷക്കാലം കൂടിയാണ് കടന്നുപോയത്. അത്തരത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്, നല്ല ആത്മവിശ്വാസമുണ്ട്. ഇവിടുത്തെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, അത് കൃഷി മുതൽ എല്ലാ മനുഷ്യനെയും സ്പർശിക്കുന്ന തരത്തിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും എല്ലാ ഇടത്തും വന്നിട്ടുണ്ട്. ഓപ്പൺ എയർ ഓഡിറ്റോറിയം വന്നു, അതുപോലെ വെൽനസ് സെന്ററുകൾ വന്നു, മുലയൂട്ടൽ കേന്ദ്രങ്ങൾ വന്നു. അപ്പോൾ ഈ പ്രദേശത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു വാർഡ് കൂടിയാണ്. ഇനിയും നമുക്ക് ഏറെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വലിയ പ്രതീക്ഷയാണ്. ശ്യാമ, ഞാൻ ഇവിടെ വന്നപ്പോൾ പോസ്റ്ററുകൾ കണ്ടു. ഒപ്പം തന്നെ ശ്യാമ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ശ്യാമ ടീച്ചർക്ക് ഒരു വോട്ട് എന്ന് പലരും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ശ്യാമ ഇവിടെ തന്നെ ഒരു സ്കൂളിലെ താൽക്കാലിക അധ്യാപികയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുപ്രവർത്തനമുണ്ട്, രാവിലെ മുതൽ രാത്രിയുള്ള പൊതുപ്രവർത്തനം. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെയല്ല, തെരഞ്ഞെടുപ്പ് സമയം മാത്രം ഇറങ്ങുന്ന കുപ്പായം തെച്ചിറങ്ങുന്നവരല്ല LDFന്റെ സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് തന്നെ മാതൃകയായ വിശപ്പ് ഉള്ള മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുന്ന DYFയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി അതും ഇതിനൊപ്പം നടക്കുകയാണ്. മെഡിക്കൽ കോളേജ് ഇപ്പോഴും ഭക്ഷണം വിതരണം ചെയ്യുന്നു. അങ്ങനെ സജീവമായി നിൽക്കുന്ന പ്രൊഫഷണൽ ലൈഫ് എങ്ങനെയാണ് ഇതിനൊപ്പം കൊണ്ടുപോവുക ശ്യാമ? നമ്മൾ 24 മണിക്കൂറും പ്രവർത്തന രംഗത്തുള്ളവരാണ് എല്ലാ സഖാക്കളും. അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള സ്കൂളിലാണ് പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എക്കണോമിക്സ് ഗസ്റ്റ് അധ്യാപികയാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് അവിടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പം തന്നെ പ്രവർത്തന രംഗത്തും സജീവമായിട്ടുണ്ട്. സമരരംഗത്തൊപ്പം നമ്മളെല്ലാ പ്രവർത്തനങ്ങൾക്കും നഗരത്തിലെ ഒരു സ്കൂൾ എന്ന രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശേഷമുള്ള പ്രവർത്തനങ്ങൾ സജീവമാകുന്നതിൽ അതിൽ പ്രയാസം ഉണ്ടാകില്ല. ഈ കേശവദാസപുരത്ത് ഈ സ്ഥലത്ത് ശ്യാമ ഒരു പുതുമല്ല. ഈ പ്രദേശത്ത് അധ്യാപികയാണ്. ഒത്തിരി ഈ ശിഷ്യസമ്പത്തുണ്ടാകും. അധ്യാപകർ, അധ്യാപകരുണ്ട്. ഒപ്പം തന്നെ പ്രവർത്തന മണ്ഡലമാണ്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടായി മാറുമോ? തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോൾ പോകുന്ന വീടുകൾ, ഇന്നലെ പോയ വീടുകളിലൊക്കെ എൻ്റെ വിദ്യാർത്ഥികളുടെ വീടുകളാണ്. അവരൊക്കെ ഞാൻ എത്തുന്നതിന് മുന്നേ തന്നെ കുട്ടികൾ തന്നെ അവരെ വീട്ടുകാരെ എല്ലാം പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായില്ല. കാരണം ഞങ്ങളുടെ ടീച്ചറാണ് മത്സര രംഗത്ത്. അവർ തൊട്ടടുത്ത വീട്ടിൽ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ അതുപോലെ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരുടെ വീടുകളിലേക്കൊക്കെ നല്ല ആത്മവിശ്വാസമുണ്ട്. വലിയ പ്രതീക്ഷയാണ്. വലിയ ചരിത്രമുള്ള തിരുവനന്തപുരം, ഒപ്പം തന്നെ ഏറ്റവും ചെറുപ്പക്കാരിയായിട്ടുള്ള മേയർ ഭരിച്ച് ഇറങ്ങിയൊരു സ്ഥലം, യുവാക്കൾക്കൊക്കെ വലിയ പ്രചോദനമായിട്ടുള്ള ഒരു തിരുവനന്തപുരം. ഈ വികസന നേട്ടങ്ങളാണോ ഏറ്റവും മുഖ്യ അജണ്ട? തീർച്ചയായിട്ടും. കാരണം വികസന നേട്ടങ്ങൾ തന്നെയാണ് മുഖ്യ അജണ്ടയായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയാലും നമ്മൾ നഗരത്തിൽ ഏകദേശം 28ഓളം അവാർഡുകൾ കിട്ടുന്നതിനപ്പുറമായിട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ നഗരസഭ എല്ലാ വാർഡുകളിലും അത്തരത്തിൽ നല്ല വികസനം മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഏറെ ദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പോലും കെ മുരളീധരനെ പോലെയുള്ള നേതാക്കളൊക്കെ തന്നെ ഇപ്പോഴും നമ്മുടെ മുൻ മേയർ ആര്യയെ വ്യക്തിപരമായി വലിയ തരത്തിൽ ആക്രമിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇന്നലെയും വളരെ മോശമായി വ്യക്തിപരമായി ആക്രമിക്കുന്ന പരാമർശം നടത്തും. പൊതുപ്രവർത്തക രംഗത്ത് നിൽക്കുന്ന സ്ത്രീകളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രൻ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവരെ വ്യക്തിപരമായി പരിഹസിക്കുന്ന തരത്തിൽ വലിയ തരത്തിലുള്ള പോസ്റ്റുകൾ തുടർച്ചയായി ഇട്ടു. ഒപ്പം തന്നെ അവർ പോലും ബന്ധമില്ലാത്ത കാര്യങ്ങൾ വിവാദങ്ങളിൽപ്പെടുത്തി. ഇങ്ങനെ സ്ത്രീകളെ ഒറ്റപ്പെടുത്തുന്ന സമീപനം എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന്
തുടർച്ചയുണ്ടാകുന്നത്. ശ്യാമ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളാണ്, വലിയ പിന്തുണ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മനോഭാവത്തെ ശാപ എങ്ങനെയാണ് കാണുന്നത്? അത് അവരുടെ രാഷ്ട്രീയ രീതിയാണ്. കാരണം പൊതുപ്രവർത്തനത്തിൽ രംഗത്ത് നിൽക്കുന്ന സ്ത്രീകളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക, അവരുടെ കുടുംബങ്ങളെ ആക്രമിക്കുക, നവമാധ്യമ രംഗത്ത് സോഷ്യൽ മീഡിയകളിൽ ഇല്ലാത്ത മോർഫിംഗ് വീഡിയോകൾ പോലും കെട്ടിച്ചമച്ചുകൊണ്ടുള്ള വ്യാജമായിട്ടുള്ള വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തന രംഗത്ത് അവരുടെ വാർത്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ വാർത്തകൾ ഉണ്ടാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സ്ത്രീകളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക, അവരുടെ കുടുംബങ്ങളെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയ രീതിയാണ്. നമ്മുടെ രാഷ്ട്രീയ രീതി അതല്ല. നമുക്ക് അതിന് സമയമില്ല. നമ്മൾ ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് ജനക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്നവരാണ്. അപ്പോൾ നമുക്ക് പറയാൻ വികസനമാണ് നമ്മൾ കാരണം ഇപ്പോൾ വികസനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസനം കേവലം പറയുക മാത്രമല്ല, പ്രവർത്തിച്ച് കാണിച്ച ഒരു 9.5 വർഷ കാലഘട്ടത്തിൽ ഒരു സർക്കാരിൻ്റെ കീഴിൽ ഒരു നഗരസഭ ഒട്ടനവധിയായിട്ടുള്ള, അത് ഇന്ന ആളിൻ്റെ വാർഡാണ്, ഇന്ന പാർട്ടിയുടെ വാർഡാണ് എന്നുള്ളതല്ല, നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും നല്ല വികസനം കൊണ്ടുവന്ന ഒരു മേയറുടെ കീഴിലുള്ള കൗൺസിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അത്തരത്തിൽ പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്തില്ല എന്ന് പറയാൻ സാധിക്കുന്നില്ല. എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയിൽ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും BJPയുടെ രാഷ്ട്രീയമാണ്. നമ്മുടെ രാഷ്ട്രീയം അതല്ല. നമ്മൾ വികസനം കാഴ്ചവെച്ച് അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാകുമ്പോൾ അവർക്കെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ മാത്രമേ അവർക്ക് ഉന്നയിക്കാനുള്ളൂ. തികച്ചും രാഷ്ട്രീയപരമായ മറുപടിയാണ് ശാപ നൽകുന്നത്. ശാപയ്ക്കൊപ്പം തന്നെ ഇവിടുത്തെ LDFന്റെ പ്രവർത്തകരുണ്ട്. വളരെ തന്നെ അവർ തന്നെ വളരെ പോസിറ്റീവാണ്. എങ്ങനെ ശ്യാമ എങ്ങനെയാണ്? ശ്യാമ ജയിക്കാനുള്ള എല്ലാ 100% നമുക്ക് ആത്മവിശ്വാസമുണ്ട്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും പ്രാദേശികം ഒന്നും നോക്കാതെ എല്ലാ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്തിയൊരു മുൻ കൗൺസിലറാണ്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. വികസനം മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നല്ല കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പുതിയ സ്ഥാനാർത്ഥിയെ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ കഴിയും. തീർച്ചയായും നമ്മളൊരു തിരക്ക് പിടിച്ച ശ്യാമയുടെ ഒരു ദിവസം LDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ, കാരണം ഓഫീസുകളിലൊക്കെ പോകുന്നവരെ രാവിലെ തന്നെ പോയി കണ്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കാണുക എന്നൊരു വലിയ ഉദ്യമമാണ്. അതുകൊണ്ട് ശ്യാമയുടെ തിരക്കിട്ട ഒരു ദിവസത്തിൽ ഇത്രയും രാഷ്ട്രീയം പറഞ്ഞു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എങ്കിലും സമയത്ത് നമ്മൾ ആദ്യം ബുദ്ധിമുട്ടിക്കുന്നില്ല. ശ്യാമയുടെ പ്രവർത്തനങ്ങൾ തുടരുക. എല്ലാവിധ വിജയ ആശംസകൾ. വിനിഷ, ശ്യാമയാണ് നമുക്കൊപ്പം ചേർന്നത്. ശ്യാമ വോട്ട് അഭ്യർത്ഥിക്കുന്ന സ്ഥലത്താണ്. ഒരു ശ്യാമ മാത്രമല്ല തിരുവനന്തപുരത്ത് LDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളും പറയുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. വികസനത്തിൽ ഒരു വലിയ തരത്തിലുള്ള തുടർച്ച തിരുവനന്തപുരം നഗരസഭയിൽ വേണം. രാഷ്ട്രീയമായ ആരോപണങ്ങളെ ആ നിലയ്ക്ക് കാണുകയും വ്യക്തിപരമായ ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുകയുമാണ് LDFന്റെ സ്ഥാനാർത്ഥികൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും LDF വലിയ വിജയം നേടും എന്ന് തന്നെ ശ്യാമ പറയുന്നു. മാത്രമല്ല, ഞാൻ നേരത്തെ മുഖവരയായി പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് SP ദീപക് മുതൽ 3 ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ, വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള സീനിയർ നേതാക്കൾ, ഒപ്പം തന്നെ യുവജന രംഗത്ത് വിദ്യാർത്ഥി രംഗത്ത് സജീവമായി നിൽക്കുന്നവർ, IT രംഗത്ത് പ്രൊഫഷണലായി പ്രവർത്തിക്കുന്നവർ, വിവിധ അധ്യാപകർ, ശ്യാമയെ പോലെയുള്ള അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്നത്, അങ്ങനെയുള്ള വലിയ നിരയാണ്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം LDF കേന്ദ്രങ്ങളിൽ ആകെയുണ്ട്.